നിക്കാഹ്, കല്യാണം, സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു. മന്തി വേൾഡ്, ദ അറബിക് കുസീൻ, വലിയ പള്ളി ജുമാ മസ്ജിദിന് എതിർവശം, നിലമ്പൂർ റോഡ്, കരുളായി, പള്ളിപ്പടി. നിലമ്പൂരിൽ മണലൂറ്റിയ സ്വർണ്ണ ഖനനം നടത്തിയ നടപടിയിൽ വനം വകുപ്പ് പരിശോധന ശക്തമാക്കും. വനഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണ ഖനനം തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നിലമ്പൂർ റേഞ്ച് ഓഫീസർ സൂരജ് വേണുഗോപാൽ. നിലമ്പൂർ റേഞ്ചിലെ പനയങ്കോട് സെക്ഷൻ പരിധിയിൽ ആയിരവല്ലിക്കാവ് വനഭാഗത്തെ ചാലിയാർ പുഴയുടെ ആമക്കയം ഭാഗത്തു നിന്നുമാണ് മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് മണലൂറ്റി വൻതോതിൽ സ്വർണം അരിച്ചെടുക്കുന്നതിനുള്ള ശ്രമത്തിനിടയിൽ മമ്പാട് പുള്ളിപ്പാടം സ്വദേശികളായ 7 പേർ വനം ഇന്റലിജൻസിന്റെ പിടിയിലായത്. ഇവർക്കെതിരെയാണ് വന നിയമപ്രകാരം നിലമ്പൂർ റേഞ്ച് ഓഫീസർ സൂരജ് വേണുഗോപാൽ കേസെടുത്തിട്ടുള്ളത്. രാത്രികാല പട്രോളിംഗ് ഏർപ്പെടുത്തും. മോട്ടോർ പമ്പുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള വലിയ തോതിലുള്ള സ്വർണ്ണ ഖനനത്തെ വനം വകുപ്പ് ഗൌരവത്തോടെയാണ് കാണുന്നത്. നിലമ്പൂർ ടൌണിനോട് ചേർന്ന ആയിരവല്ലിക്കാവ് ഭാഗത്താണ് ഈ സ്വർണ്ണ ഖനനം നടന്നതെന്നതും ഗൌരവതരമാണ്. ഇതിന് പിന്നിൽ വലിയ ശക്തികളുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. സ്വർണ്ണവില ലക്ഷം പിന്നിട്ട് സർവകാല റെക്കോർഡിലേക്ക് കടന്നതോടെയാണ് സ്വർണത്തിന്റെ അംശമുള്ള ചാലിയാർ പുഴയിലെ മണലൂറ്റി സ്വർണ്ണ ഖനനം സജീവമാകാൻ കാരണം. ചാലിയാർ പുഴയുടെ മരുത മുതൽ മമ്പാട് വരെയുള്ള ഭാഗങ്ങളിലാണ് സ്വർണത്തിന്റെ അംശമുള്ള മണലുള്ളത്. വൻതോതിലുള്ള ഖനനത്തിലൂടെ സ്വർണം സ്വന്തമാക്കാമെന്ന കണക്കുകൂട്ടലാണ് ഇതിന് പിന്നിലുള്ളത്. ചാലിയാർ പുഴ മരുത മുതൽ മമ്പാട് വരെ എത്തുന്നത് വനഭാഗത്തുകൂടിയാണ്. വനം വകുപ്പ് നടപടി ശക്തമാക്കിയ സാഹചര്യത്തിൽ റവന്യൂ അധികൃതർക്കും പരിശോധന ശക്തമാക്കേണ്ടി വരും. ചാലിയാർ പുഴയിലെ മണലൂറ്റിയുള്ള സ്വർണ്ണ ഖനനത്തിന് തടയിടാൻ തന്നെയാണ് വനം വകുപ്പിന്റെ നീക്കം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.